ആറാം ക്ലാസ്സിലെ മാത്സിലെ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന പ്രോബ്ലംസും അതിന്റെ ആൻസേഴ്സും ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, സ്പ്ലിറ്റ് നമ്പേഴ്സ് ബിലോ അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂ. താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടില്ലേ, ആ നമ്പേഴ്സിനെ അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച്, സ്ഥാനവില അനുസരിച്ച് നിങ്ങളോട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതെന്ന് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് അല്ലേ, 386.751. ഇതുപോലെ ഡെസിമൽ നമ്പേഴ്സിന് എങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കൊടുക്കാന്നാണ് നോക്കുന്നത് അല്ലേ. നമ്മൾ ദശാംശ സംഖ്യകൾ വരുമ്പോൾ അതിന് നമുക്കറിയാം പോയിന്റിന്റെ ഫ്രണ്ടിൽ വരുന്ന സംഖ്യകൾ നമ്മുടെ നോർമൽ സംഖ്യകൾ തന്നെയാണ് അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ സംഖ്യകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്ലേസ് വാല്യൂ തന്നെയാണ് നമ്മൾ ആ പോയിന്റിന്റെ ഫ്രണ്ടിൽ വരുന്ന സംഖ്യകൾക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ 386 എന്ന് പറയുന്ന ആ ഒരു സംഖ്യക്ക് നമ്മൾ എന്താണ് നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, ഇവിടെ നമ്മൾ 6ന് എന്താ കൊടുത്തിട്ടുള്ളത്, 6 വൺസിൻ്റെ സ്ഥാനത്താണ് അല്ലേ. ദെൻ അതുപോലെ 8ന് എന്താ കൊടുക്കുക, 8 ടെൻസിൻ്റെ 10ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. 3 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിൻ്റെ 100ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവയ്ക്ക് നമ്മൾ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. ദെൻ പോയിന്റിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഈ ഇവിടെ 751 എന്ന് കൊടുത്തിട്ടുള്ള ആ നമ്പേഴ്സിന് നമ്മൾ പ്ലേസ് വാല്യൂ കൊടുക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന നമ്പർ എന്ന് വെച്ചാൽ 7 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ടെൻസ് എന്നാണ് അതിന് കൊടുക്കുക. 10 അല്ല 10th, 10 കഴിഞ്ഞിട്ട് TH ആണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ടെൻസ് എന്ന് വെച്ചാൽ എന്താ, 10ൽ1 എന്നാണ് നമ്മൾ അതിനെ പറയാം. ദെൻ അത് കഴിഞ്ഞ് വരുന്ന 5നെ നമ്മൾ ഹൺഡ്രഡ്സ് എന്നാ പറയാം. ഇവിടെയും TH ആണ് ലാസ്റ്റ് വരുന്നത്, അത് നോക്കുക. അപ്പോൾ ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ 100ൽ1 എന്നാണ് അതിന് പറയാം. ലാസ്റ്റ് വരുന്ന 1നെ നമ്മൾ എന്താ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത്, തൗസൻഡ്സ് എന്നാ കൊടുക്കുക. നമ്മൾ എന്താ ടെൻസ് കൊടുത്തു, ഹൺഡ്രഡ്സ് കൊടുത്തു, നെക്സ്റ്റ് തൗസൻഡ്സ് അല്ലേ, 1000ൽ1 എന്നാ അതിന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ്, ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്ലേസ് വാല്യൂ കൊടുക്കാൻ. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ നന്നായി ഒന്ന് ഓർത്ത് വെക്കുക, എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് വരുന്ന നമ്പർ ഏതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 4.5 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. അപ്പോൾ 4.5, അപ്പോൾ പോയിന്റ് എവിടെയാണ് വരുന്നത് ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ 4 വരുന്നത് എവിടെയാണ്, പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ അല്ലേ, ഫ്രണ്ടിൽ വരുന്ന നമ്പറാണ് 4 വരുന്നത്. അപ്പോൾ 4 ഏത് സ്ഥാനത്താ, യെസ് ഇവിടെ നമ്മൾ മുന്നത്തെ സംഖ്യയിൽ 6 എഴുതിയ പോലെ വൺസിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 വൺസ് ആണ് വരുന്നത്. ദെൻ പ്ലസ് നെക്സ്റ്റ് പോയിന്റ് കഴിഞ്ഞ് വരുന്ന സംഖ്യ 5 ആണ് അല്ലേ, അതെന്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്, 10ൽ1 അല്ലെങ്കിൽ ടെൻസിൻ്റെ സ്ഥാനത്താണ് അത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, 4 വൺസ് പ്ലസ് 5 ടെൻസ് എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ എഴുതിയെന്ന്. അപ്പോൾ ഈ രീതിയിലാണ് ബാക്കിയുള്ളതൊക്കെ ആൻസർ ചെയ്യുക. നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് വരുന്നത് 4.57 എന്ന് പറയുന്ന നമ്പറാണ്. സോ അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം, ഇവിടെ ഫസ്റ്റ് വരുന്നത് 4 അല്ലേ, 4 പോയിന്റിന്റെ ഫ്രണ്ടിലാണ് വരുന്നത്. 4 മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഏത് സ്ഥാനത്താണ്, വൺസിൻ്റെ സ്ഥാനത്ത് അല്ലേ. അപ്പോൾ 4 വൺസ് പ്ലസ് നെക്സ്റ്റ് നമ്മൾ പോയിന്റിന്റെ ഇപ്പുറത്ത് വരുന്നതാണ്, അതിന് നമ്മൾ എന്താ വാല്യൂ കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5 ടെൻസ് എന്ന് അല്ലേ, 5 10ൽ1. ദെൻ പ്ലസ് ഒരു സംഖ്യയും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ 7 ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ 7 100ൽ1. ഇനി തേർഡ് വരുന്നത് 4.572 എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. അപ്പോൾ ഇവിടെയും എന്താ പോയിന്റിന്റെ ഫ്രണ്ടിൽ ഒറ്റ നമ്പറേ വരുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വൺസ് ആക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ 4 വൺസ് പ്ലസ് ദെൻ നെക്സ്റ്റ് വരുന്നത് മുകളിൽ എഴുതിയ പോലെ തന്നെ അല്ലേ, 5 ടെൻസ് പ്ലസ് 7 ഹൺഡ്രഡ്സ് പ്ലസ് ഒരു സംഖ്യയും കൂടി ഉണ്ട് അല്ലേ, 2 കൂടി ഉണ്ട്. അപ്പോൾ 2 തൗസൻഡ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക, TH എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഫോർത്ത് വരുന്നത് 45.72 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റിന്റെ ഫ്രണ്ടിലായിട്ട് 2 നമ്പേഴ്സ് വരുന്നുണ്ട്. 45 എന്ന് വരുമ്പോൾ അതിനെ നമ്മൾ 4നെ ടെൻസ് ആയിട്ടും അതുപോലെ 5നെ വൺസ് ആയിട്ടോ കൊടുക്കുക അല്ലേ. 4 എന്താ 10കളും 5 1കളും വരുന്നത്. സോ ആ രീതിയിൽ എഴുതുക, 4 ടെൻസ് പ്ലസ് 5 വൺസ് പ്ലസ് ദെൻ പോയിന്റിന്റെ ഇപ്പുറത്തുള്ളതിനെ 7 ടെൻസ് പ്ലസ് 2 ഹൺഡ്രഡ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. ദെൻ ഫിഫ്ത്ത് വരുന്നത് 457.2 ആ വരുന്നത് അല്ലേ, 487.2. അപ്പോൾ ഇവിടെ പോയിന്റിന്റെ ഫ്രണ്ടിൽ 3 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ രീതിയിൽ എഴുതാം. എങ്ങനെയാണ്, 4 ഹൺഡ്രഡ്സ് 5 ടെൻസ് അതുപോലെ 7 വൺസ് പ്ലസ്
പോയിന്റിന്റെ ഇപ്പുറത്ത് ആകെ ഒരൊറ്റ സംഖ്യയുള്ളൂ, 2 മാത്രം അല്ലേ. അപ്പോൾ 2 tenths എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ്, നൗ ട്രൈ ടു റൈറ്റ് 4 kilogram and 55 grams as kilograms in decimal form. എന്താ പറഞ്ഞിരിക്കുന്നത്? 4 കിലോഗ്രാം അതുപോലെ 55 ഗ്രാം എന്നതിനെ നിങ്ങളോട് ഡെസിമൽ ഫോമിലേക്കാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 4 കിലോഗ്രാം 55 ഗ്രാം എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 kg 0.55 ഗ്രാം എന്ന് എഴുതാം അല്ലേ. ഇതുപോലെ 4 കിലോഗ്രാം 0.55 ഗ്രാം അല്ലെങ്കിൽ 4.55 കിലോ എന്നാണ് നമ്മൾ അതിനെ എഴുതുന്നത് അല്ലേ. ദെൻ ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈ 55 ഗ്രാം ഉള്ളതിനെ ഫ്രാക്ഷൻ ഫോമിൽ പിന്നെ സംഖ്യ രീതിയിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ 55 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോ ആണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 55 ഗ്രാം എന്നതിനെ നമുക്ക് 55 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് 455 ഡിവൈഡഡ് ബൈ 1000 കിലോ എന്ന് കിട്ടി. ഇനി ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 4 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ദെൻ 55 ഡിവൈഡഡ് ബൈ 1000 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 കൊണ്ട് ഹരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000-ൽ 3 0 ആണ് അല്ലേ, 3 0 വരുന്നത്. അപ്പോൾ 3 സ്ഥാനം നീക്കിയിട്ട് നമ്മളൊരു കുത്തിട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ മുകളിൽ നമുക്ക് 55 ആണ്, അപ്പോൾ 2 സ്ഥാനേ അവിടെ വരുന്നുള്ളൂ അല്ലേ. ദെൻ 3 സ്ഥാനം നീക്കി കുത്തിടുക എന്ന് പറയുമ്പോൾ നമ്മൾ 55ൻ്റെ മുന്നേ ഒരു 0 കൂടി എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് മുന്നേ ഒരു കുത്തിടുക അല്ലേ. ദെൻ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.055 കിലോഗ്രാം ആണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കാം. Convert the measures below into the measures specified using fractions and decimal forms. ഇനി ഇവിടെ താഴെ ഒരു ടേബിൾ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് തന്നിട്ടില്ലേ നോക്കിയേ. ഫസ്റ്റ് കോളത്തിൽ മെഷർ ആണ്, ഒരു അളവാണ് തന്നിട്ടില്ലേ. നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോമിലെ ഭിന്നരൂപം. ദെൻ നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ ഡെസിമൽ ഫോമിലെ ദശാംശ രൂപമാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ മെഷേഴ്സിൻ്റെയും ഫ്രാക്ഷണൽ ഫോമും ഡെസിമൽ ഫോമും നിങ്ങൾ എഴുതി ഫില്ല് ചെയ്യുക. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താ? 1000 ഗ്രാം ആണ്. അതുപോലെ 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താ? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ക്രിയകൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന മെഷർ അളവെന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് ആൻഡ് 30 സെൻറ്റിമീറ്റേഴ്സും അല്ലേ. 4 മീറ്ററും 30 സെൻറ്റിമീറ്ററും തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാം? ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. 4 മീറ്ററിന് നമുക്ക് 4 എന്ന് തന്നെ എഴുതാം. 30 സെൻറ്റിമീറ്റർ എന്നതിന് നമ്മൾ എങ്ങനെ മീറ്റർക്കാക്കി എഴുതുന്നത്? നമുക്കറിയാം അല്ലേ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ 30 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ദെൻ ഡെസിമൽ ഫോം വരുന്നത് 4.3 മീറ്റേഴ്സ് ആണ് അല്ലേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം 30 ഡിവൈഡഡ് ബൈ 100 എന്നത് ചെയ്യുമ്പോൾ നമ്മൾ 30 ഡിവൈഡഡ് ബൈ 100 എന്നത് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ആ താഴെ തന്നിരിക്കുന്ന സംഖ്യ എന്ന് വെച്ചാൽ 100ന് എത്ര 0 വരുന്നുണ്ട്? 2 0 ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? മുകളിൽ വരുന്ന ആ ഒരു സംഖ്യയിലെ 2 സ്ഥാനം നീക്കിയിട്ട് നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 30ൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 4.30 വരും. 30 എന്ന് പറയുമ്പോൾ നമുക്കതിൽ 0 എന്ത് ചെയ്യുക? പോയിന്റിൻ്റെ ബാക്കിൽ വരുന്ന 0 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 4.3 എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് മെഷർ വരുന്നത് 4 മീറ്റേഴ്സും 3 സെൻറ്റിമീറ്ററും ആണ് അല്ലേ. മുകളിൽ തന്നിരിക്കുന്ന പോലെ തന്നെ സെൻറ്റിമീറ്റർ മീറ്റർ അങ്ങനെയുള്ള മെഷർമെൻ്റ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതുമ്പോൾ അതേ രീതിയിൽ തന്നെ എഴുതാം. എന്ന് വെച്ചാൽ 4 മീറ്റർ എന്നതിൽ 4 നമുക്കതുപോലെ എടുത്തെഴുതാം. 3 സെൻറ്റിമീറ്ററിന് നമുക്ക് 3 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം അല്ലേ. ദെൻ അതിൻ്റെ ഡെസിമൽ ഫോം വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3/100 ചെയ്യാം. 3/100 ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 2 സ്ഥാനം നീക്കി മുകളിൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ മുകളിൽ ആകെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, 3 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3ൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വരിക? 4.03 ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി തേർഡ് വരുന്നത് 4 മീറ്റേഴ്സ് അതുപോലെ 3 മില്ലിമീറ്റേഴ്സ് ആണ് അല്ലേ. ഇത് സെൻറ്റിമീറ്റർ അല്ല, മില്ലിമീറ്റർ ആണ് കണക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതുമ്പോൾ അടിയിൽ നമ്മൾ 100 അല്ല കൊടുക്കേണ്ടത്, 1000 ആണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 4 3/1000
1000 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് ഡെസിമൽ ഫോം അല്ലേ. അപ്പോൾ ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ 100 കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കിയിട്ടാണ് കുത്തിടുന്നത്. ഇവിടെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 സ്ഥാനം നീക്കി കുത്തിടുക. അപ്പോൾ മുകളിൽ ആകെ ഒരു 3 മാത്രമേ ഉള്ളൂ, ആകെ ഒരൊറ്റ സ്ഥാനമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 സ്ഥാനം ആവുമല്ലോ. അപ്പോൾ എത്ര ആൻസർ വരിക? 4.003 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 3 കിലോഗ്രാം 200 ഗ്രാം എന്ന മെഷറാണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, 3നെ അതുപോലെ തന്നെ എഴുതാം. 200 ഗ്രാം എന്നതിന് നമ്മൾ 200 ഡിവൈഡഡ് ബൈ 1000 അല്ലേ, 1000 ആയിട്ടാണ് എഴുതുക. എന്ന് വെച്ചാൽ 1000 കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കിലോഗ്രാമിൻ്റെ ഗ്രാമിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് വരുമ്പോൾ 1000 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ മനസ്സിലായല്ലോ. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ അല്ലേ, എന്ത് ചെയ്യാം, ഇവിടെ 1000 ആണ്, 3 0 ആണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മുകളിലത്തെ സംഖ്യക്ക് 3 സ്ഥാനം നീക്കി കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ 200 ആണ്, അതുകൊണ്ട് തന്നെ 2 0 0 3 സ്ഥാനം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുത്തിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3.2 ആണ് ആൻസർ കിട്ടുക. അല്ലെങ്കിൽ 3.200 ആണ് ആൻസർ വരിക അല്ലേ. അപ്പോൾ 200 വരുമ്പോൾ ലാസ്റ്റ് വരുന്ന 0 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് 3.2 എന്ന് എഴുതിയിട്ടില്ലേ. നെക്സ്റ്റ് വരുന്നത് 3 കിലോഗ്രാംസ് 250 ഗ്രാംസ് അല്ലേ. 3 കിലോഗ്രാമും 250 ഗ്രാമും. 3 കിലോഗ്രാം എന്നതിൽ 3 അതുപോലെ തന്നെ എഴുതാം. 250 ഗ്രാം എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 250 ഡിവൈഡഡ് ബൈ 1000 കിലോഗ്രാം എന്ന് എഴുതാം. ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇത് എന്ത് ചെയ്യാം, 250 3 സ്ഥാനം നീക്കി കുത്തിടുക. എന്ന് വെച്ചാൽ 250ൻ്റെ ഫ്രണ്ടിൽ അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക, 3.250. 250 എന്ന് പറയുമ്പോൾ 0 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് 3.25 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് 3 കിലോഗ്രാം 25 ഗ്രാം എന്നാ തന്നിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ കിലോഗ്രാമിൻ്റെ കണക്കാണ് വരുന്നത് അല്ലേ. സോ നമുക്ക് 1000 വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 3 കിലോഗ്രാമിലെ 3 അതുപോലെ എഴുതാം. 25 ഗ്രാമിനെ 25 ഡിവൈഡ് ബൈ 1000 എന്ന് കൊടുക്കാം. ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ താഴെ 1000 ആണ് വരുന്നത്, അതുകൊണ്ട് 3 സ്ഥാനം നീക്കി കുത്തിട്ടാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 25ന് ഫ്രണ്ടിൽ ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അവിടെ 3 സ്ഥാനമാവുള്ളൂ അല്ലേ. അപ്പോൾ 3.025 ആണ് ഡെസിമൽ ഫോം വരിക. നെക്സ്റ്റ് 30 കിലോഗ്രാംസ് 250 ഗ്രാം അതാണ് വരുന്നത് അല്ലേ. അപ്പോൾ 30 കിലോഗ്രാം ആണ്, അപ്പോൾ 30 അതുപോലെ എഴുതാം. 250 ഗ്രാമിനെ നമുക്ക് 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് അല്ലേ, 1000 എന്ന് എഴുതാം. ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യാം, മുകളിൽ തന്നിരിക്കുന്ന 250ൽ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ മുകളിൽ 3 സ്ഥാനം ഓൾറെഡി വരുന്നുണ്ട് അല്ലേ, 2 5 0. അപ്പോൾ 3 സ്ഥാനം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 30.250 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 0 ലാസ്റ്റ് ആയതുകൊണ്ട് 0ന് വാല്യൂ ഇല്ല, അതുകൊണ്ട് 0 അവിടെ എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 10 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ് അല്ലേ. 10 ലിറ്ററും 750 മില്ലി ലിറ്ററോ തന്നിട്ടില്ലേ. അപ്പോൾ ഇതും നമുക്ക് എങ്ങനെ എഴുതാം, 10 ലിറ്റേഴ്സിൽ 10നെ അതുപോലെ എടുത്തെഴുതാം. 750 മില്ലി ലിറ്റർ എന്നതിനെ 750 ഡിവൈഡഡ് ബൈ 1000 എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ എന്താ വരുന്നത്, മുകളിൽ 750 അല്ലേ. അപ്പോൾ 750ൽ 3 സ്ഥാനം നീക്കി കുത്തിടുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 10.750 അല്ലെങ്കിൽ 75 ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് 10 ലിറ്റേഴ്സ് 75 മില്ലി ലിറ്റേഴ്സ്. ഇതും എങ്ങനെ ചെയ്യാം നമ്മൾ, 10 ലിറ്റേഴ്സ് എന്നതിനെ 10 എന്ന് എഴുതുക. 75 മില്ലി ലിറ്റേഴ്സ് എന്നതിനെ 75 ഡിവൈഡഡ് ബൈ 1000 എന്നാണ് എഴുതുന്നത്. ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ താഴെ 1000 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ മുകളിൽ 3 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ 3 സ്ഥാനം വരാനായിട്ട് 75ൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും, 10.075 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 10 ലിറ്റേഴ്സ് അതുപോലെ 705 മില്ലി ലിറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, 10.705 ഡിവൈഡഡ് ബൈ 1000 ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ താഴെ 1000 വരുന്നത്, അതുകൊണ്ട് 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ എത്ര ആൻസർ വരാം, 10.705. നെക്സ്റ്റ് വരുന്നത്
100 ലിറ്റേഴ്സ് അതുപോലെ 750 മില്ലി ലിറ്റേഴ്സ് ആ വരുന്നത് അല്ലേ. ദെൻ 100 ലിറ്റേഴ്സ് എന്നതിനെ നമ്മൾ അതുപോലെ അല്ലേ 100 അതുപോലെ എടുത്ത് എഴുതാം. ദെൻ 750 മില്ലി ലിറ്റേഴ്സ് എന്നതിനെ നമുക്ക് 750 ഡിവൈഡഡ് ബൈ 1000 1000 എന്ന് കൊടുക്കാം. ദെൻ താഴെ 1000 വരുന്നതുകൊണ്ട് 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ നമ്മൾ 750ന്റെ ഫ്രണ്ടിൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ആൻസർ വരിക? 100.75 അല്ലെങ്കിൽ 750 ആണ് നമുക്ക് വരെ അല്ലേ. ലാസ്റ്റ് 0 ആയതുകൊണ്ട് അത് നമ്മൾ അവിടെ കൊടുക്കണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ദി ഡെസിമൽ ഫോം ഓഫ് സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. ചില നമ്പേഴ്സിന്റെ ഡെസിമൽ ഫോം ആണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. ദശാംശ രൂപമാണ് തന്നിട്ടില്ലേ. റൈറ്റ് ഈച്ച് ഓഫ് ദം ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000. ദെൻ ഇനി ഇതിനെല്ലാം നിങ്ങൾ എന്താക്കണം? ഫ്രാക്ഷൻ ഫോം ആക്കിയിട്ടില്ലേ ഭിന്നസംഖ്യാ രൂപത്തിലാക്കുക. അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? 10 യൂസ് ചെയ്യാം, 100 യൂസ് ചെയ്യാം, 1000 യൂസ് ചെയ്യാം അല്ലേ. ആ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് സംഖ്യകൾ വരുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് 3.7 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? മുകളിൽ നമ്മൾ 3.7ൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആ സംഖ്യയെ മൊത്തത്തിൽ അങ്ങനെയാണ്ട് എഴുതുക. അപ്പോൾ 3.7ൽ പോയിന്റ് ഒഴിവാക്കുമ്പോൾ എത്രയാ? 37 ആണ് വരിക അല്ലേ. അപ്പോൾ 37 എഴുതുക മുകളിൽ. ദെൻ ഡിവൈഡഡ് ബൈ താഴെ എത്രയാണ് വരിക? താഴെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 ഇതാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡെസിമൽ ഫോമിൽ ഈ പോയിന്റ് വന്നിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ 10 ആണോ 100 ആണോ 1000 ആണോ താഴെ കൊടുക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 3.7 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോയിന്റ് ഒരു സ്ഥാനം നീക്കിയിട്ടാണ് തന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുന്നത് എത്ര വരുമ്പോഴാണ്? യെസ് 10 വരുമ്പോഴല്ലേ. 10ലാണ് ഒരു 0 വരുന്നത്. ഒരു 0 വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥാനം നീക്കി കുത്തിടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാ? താഴെ 10 ആണ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ. ഈ രീതിയിലാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വരുന്നത് 3.07 തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഫോം ആക്കാം? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആ സംഖ്യ അതുപോലെ എടുത്ത് എഴുതുക. അപ്പോൾ 307 ആണ് നമുക്ക് കിട്ടുക അല്ലേ. ദെൻ ഡിവൈഡഡ് ബൈ താഴെ എത്ര കൊടുക്കും? താഴെ കൊടുക്കുന്നത് നമ്മൾ ഈ പോയിന്റ് വരുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു 3.07ൽ പോയിന്റ് വന്നിട്ടുള്ളത് 2 സ്ഥാനം നീങ്ങിയിട്ടാണ് അല്ലേ. 2 സ്ഥാനം നീക്കി പോയിന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 0 വരുന്നത് എന്ന് വെച്ചാൽ 100 വേണം താഴെ എഴുതി കൊടുക്കാൻ. ഓക്കെ. ഇനി തേർഡ് വന്നിരിക്കുന്നത് 30.7 ആണ് തന്നിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇതും എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആ സംഖ്യ അതുപോലെ എഴുതാം 307. ദെൻ ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കാം? ഇവിടെ 10 ആണ് വരുന്നത്. കാരണം എന്താ? 307 7 എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യയെ മാത്രം നിർത്തിയിട്ടാണ് അവിടെ പോയിന്റ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം നീങ്ങിയിട്ടാണ് പോയിന്റ് വന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് എത്ര കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി അല്ലേ. ഈ നാലാമത് വരുന്നത് 3.72 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇതും ഫസ്റ്റ് നമ്മൾ മുകളിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് എടുത്ത് എഴുതാം 372 എന്നല്ലേ. ആ സംഖ്യയെ മൊത്തത്തിൽ എഴുതാം. ദെൻ താഴെ എത്ര സ്ഥാനം നീങ്ങിയിട്ടാണ് പോയിന്റ് വന്നിട്ടില്ലേ നോക്കുക. എത്രയാണ്? 2 സ്ഥാനം അല്ലേ. 7ഉം 2ഉം കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? താഴെ 100 കൊടുക്കുക അല്ലേ. 2 സ്ഥാനം നീങ്ങിയിട്ടാവുമ്പോൾ 100 കൊടുക്കുക. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് 37.2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആ സംഖ്യ എഴുതുമ്പോൾ 372 വരും. ദെൻ ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കും? യെസ് ഇവിടെ 2 എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാനം മാത്രമേ നീങ്ങിയിട്ടാണ് പോയിന്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെ നമുക്ക് 10 ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഇനി നെക്സ്റ്റ് ആറാമത്തെ വരുന്നത് 3.072 അല്ലേ. അതാണ് സംഖ്യ തന്നിട്ടില്ലേ. സോ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സംഖ്യ അതുപോലെ എഴുതുക അല്ലേ. പോയിന്റ് ഒഴിവാക്കിയിട്ട് അപ്പോൾ 3072 ആണ് കിട്ടുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ എത്ര വരാം? 100 ആണോ വരിക? അല്ല, ഇവിടെ 1000 ആണ് വരിക. കാരണം എന്താ? 3 സ്ഥാനം നീങ്ങിയിട്ടാണ് ഇവിടെ പോയിന്റ് വന്നിട്ടില്ലേ അല്ലേ. നെക്സ്റ്റ് ഏഴാമത്തെ വരുന്നത് 30.72 ആണ് സംഖ്യ തന്നിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ സംഖ്യ അതുപോലെ എടുത്ത് എഴുതാം അല്ലേ. പോയിന്റ് ഒഴിവാക്കിയിട്ട് അപ്പോൾ 3072 ആണ് വരാം. ദെൻ ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കാം? ഇവിടെ പോയിന്റ് വന്നിട്ടില്ല സ്ഥാനം നോക്കുക. 2 സ്ഥാനം നീങ്ങിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് താഴെ 1000 കൊടുക്കേണ്ട, നമ്മൾ 100 കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിന് താഴെ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദി ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നേരെ മുകളിൽ തന്നിരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അല്ലേ.
ഇവിടെ ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്, ദെൻ ദശാംശ സംഖ്യയിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മുകളിൽ പറഞ്ഞ പോലെ തന്നെ അല്ലേ, മുകളിലത്തെ ചെയ്ത പോലെ തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക അല്ലേ. 10 തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ദെൻ 100 തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം, മുകളിലെ സംഖ്യയിൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. ദെൻ 1000 തന്നിട്ടില്ലെങ്കിൽ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് തന്നിരിക്കുന്നത് 51 / 10 അല്ലേ. അപ്പോൾ 10 വരുമ്പോൾ നമുക്കറിയാം മുകളിലെ സംഖ്യയിൽ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ എത്ര വരും, 5.1. ദെൻ സെക്കൻഡ് വരുന്നത് 513 / 10. ഇതും 10 താഴെ അല്ലേ. അപ്പോൾ എന്താ, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി, 51.3. ദെൻ തേർഡ് വരുന്നത് 513 / 100 100 ആയതുകൊണ്ട് എന്ത് ചെയ്യുക, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലേ. അപ്പോൾ 5.13 വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് 513 / 1000 വരുന്നത് അല്ലേ. അപ്പോൾ താഴെ 1000. അപ്പോൾ എന്ത് ചെയ്യണം, 3 0 വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലേ. അപ്പോൾ മുകളിലെ സംഖ്യ 513 തന്നിട്ടുള്ളത്. 513 ആകെ 3 നമ്പർ തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 3 സ്ഥാനം നീക്കി നിങ്ങൾ പോയിന്റ് ഇടുക, അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 0.513 ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് 5130 / 1000 അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ 1000 താഴെ തന്നിട്ടില്ലേ. അപ്പോൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക, സിമ്പിളാണ്. 5.130 അല്ലെങ്കിൽ 13 എന്ന് മാത്രം എഴുതിയാലും മതി അല്ലേ, 0 അവിടെ കൊടുക്കണമെന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനു മെയ്ഡ് ആൻ 8.5 meter long festoon and Sarah made a 7.8 meter long one to decorate their classroom for the school anniversary. സ്കൂൾ ആനിവേഴ്സറി പ്രമാണിച്ച് ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനു 8.5 മീറ്റർ നീളമുള്ള ഒരു ഫെസ്റ്റൂൺ എന്ന് വെച്ചാൽ തോരണം, ഇങ്ങനെ മാല ഉണ്ടാവില്ലേ, നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ സാര നിർമ്മിച്ചിട്ടുള്ളത് എത്ര നീളമുള്ളതാ, 7.8 മീറ്റർ നീളമുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫെസ്റ്റൂൺ ദേ മെയ്ഡ്. അവർ രണ്ടുപേരും തമ്മിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ഫെസ്റ്റൂണിൻ്റെ അല്ലെങ്കിൽ ആ തോരണത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസിയാണ്, എന്ത് ചെയ്താൽ മതി, രണ്ടുപേരും നിർമ്മിച്ച ഫെസ്റ്റൂണിൻ്റെ നീളങ്ങൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യാം, ലെങ്ത് ഓഫ് അനൂസ് ഫെസ്റ്റൂൺ, അനു തയ്യാറാക്കിയിട്ടുള്ള ഫെസ്റ്റൂണിൻ്റെ നീളം എത്രയാണ്, 8.5 മീറ്റർ അല്ലേ. ദെൻ ലെങ്ത് ഓഫ് സാറാസ് ഫെസ്റ്റൂൺ, സാറ തയ്യാറാക്കിയ ഫെസ്റ്റൂണിൻ്റെ ലെങ്ത് എത്രയാണ്, 7.8 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫെസ്റ്റൂൺ എത്രയാണ് നമുക്ക് കിട്ടുക, ടോട്ടൽ കാണുമ്പോൾ 8.5 + 7.8 വരുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16.3 മീറ്ററാണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് രണ്ടും ഒരേ പോലെയുള്ള നമ്പേഴ്സാണ് വന്നിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ പോയിൻറ്റിൻ്റെ 2 സൈഡിലും ഓരോ നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, തെറ്റാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ 8.5 + 7.8 എന്ന് എഴുതുമ്പോൾ ആ പോയിൻറ്റുകൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എഴുതാം. എന്ന് വെച്ചാൽ പോയിൻറ്റിന് നേരെ താഴെ തന്നെ അടുത്ത നമ്പറിൻ്റെയും പോയിൻ്റ് വരുന്ന രീതിയിൽ ഈ രീതിയിൽ എഴുതാം. എന്നിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമ്മൾ സാധാരണ രീതിയിൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക അല്ലേ. 5ഉം 8ഉം തമ്മിൽ കൂട്ടുക, അപ്പോൾ എത്രയാണ് വരിക, 13 കിട്ടും. അപ്പോൾ 3 താഴെ ഇടുക, ശിഷ്ടം 1 മുകളിൽ കൊടുക്കുക. ദെൻ 8ഉം 1ഉം 9, 9ഉം 7ഉം 16 അല്ലേ. അപ്പോൾ നടുവിൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ആൻസറിൽ കേട്ടോ. അപ്പോൾ 16.3 ആൻസർ കിട്ടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമൽ നീഡ്സ് 2.25 meters ഓഫ് ക്ലോത്ത് ആൻഡ് സാഗർ 1.85 meters ഫോർ സ്കൂൾ യൂണിഫോം. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഇൻ ഓൾ. ഇവിടെ അമലിന് സ്കൂൾ യൂണിഫോമിന് വേണ്ടിയിട്ട് 2.25 മീറ്റർ ക്ലോത്താണ്, തുണിയാണ് ആവശ്യമായിട്ടുള്ളത്. സാഗറിന് ആവശ്യമായിട്ടുള്ളത് 1.85 മീറ്റർ തുണിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ക്ലോത്താണ്, എത്ര തുണിയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ആവശ്യമായിട്ട് വരാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും എന്ത് ചെയ്താൽ മതി, രണ്ടും തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഫസ്റ്റ് നമുക്ക് ക്ലോത്ത് നീഡഡ് ഫോർ അമൽ എന്ന് എഴുതാം അല്ലേ. അമലിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് എത്രയാണ്, 2.25 മീറ്റർ ആണ്. ദെൻ ക്ലോത്ത് നീഡഡ് ഫോർ സാഗറിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് 1.85 മീറ്ററാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് നീഡഡ് അപ്പോൾ എത്രയാണ് വരാം, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. 2.25 + 1.85
ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ ആഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എഴുതുന്ന രീതി ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഉറപ്പായിട്ടും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റുകൾ രണ്ടും ഉണ്ടല്ലോ, അത് രണ്ടും ഇതുപോലെ സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, 5ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യുക. 5ഉം 5ഉം 10 അല്ലേ, അപ്പോൾ 1 ശിഷ്ടം വരും. ദെൻ 1ഉം 2ഉം 3, 3ഉം 8ഉം 11 അല്ലേ, അപ്പോൾ 1 താഴെ ഇടുക. ദെൻ 1 ശിഷ്ടം ഇവിടെ ഇട്ട് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് വരുന്നത്, ആ പോയിന്റ് നെക്സ്റ്റ് എടുത്ത് എഴുതാം. ദെൻ എന്ത് ചെയ്യുക, 1ഉം 2ഉം കൂട്ടിയ 3 കിട്ടും, 3ഉം 3ഉം 4 അല്ലേ, അപ്പോൾ 4 നെക്സ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 4.10 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 4.1 എന്ന് എഴുതിയാൽ മതി അല്ലേ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, a tin weighs 2.85 kilograms and it is filled with 12.5 kilograms of rice. What is the total weight? ഒരു ടിന്നിലെ ഒരു ടിന്നുണ്ട്, ആ ടിന്നിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.85 കിലോഗ്രാം ആണ്. ദെൻ ആ ടിന്നിൽ നിറച്ചിരിക്കുന്ന അരിയുടെ അളവെന്ന് പറയുന്നത് 12.5 കിലോഗ്രാം ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടിന്നിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടിന്നിൻ്റെ വെയിറ്റും അതുപോലെ ആ ഒരു റൈസിൻ്റെ അല്ലേ, അതിൽ നിറച്ചിരിക്കുന്ന റൈസിൻ്റെ വെയിറ്റും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വെയിറ്റ് ഓഫ് ടിൻ എത്രയാണ് വരുന്നത്, 2.85 കിലോ. ദെൻ വെയിറ്റ് ഓഫ് റൈസ് വരുന്നത് 12.5 കിലോ. ദെൻ ടോട്ടൽ വെയിറ്റ് എത്ര വരും, 2.85 പ്ലസ് 12.5. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ സംഖ്യകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അപ്പോൾ 2.85 പ്ലസ് ദെൻ നെക്സ്റ്റ് താഴെയുള്ള നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം പോയിന്റ് ഇട്ട് കൊടുക്കുക. ദെൻ എന്നിട്ട് ഇവിടെ എഴുതിയ പോലെ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സംഖ്യ എത്രയാണ്, 5 ആണ് അല്ലേ, അപ്പോൾ 5 അവിടെ കൊടുക്കാം. ദെൻ പോയിന്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ആദ്യം നമ്മൾ 2 എഴുതി കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് വേണം 1 എഴുതി കൊടുക്കാൻ. ദെൻ ഈ ഓർഡറിൽ എഴുതിയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. ദെൻ 8ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 13 അല്ലേ, അപ്പോൾ 3. ദെൻ ശിഷ്ടം 1. ദെൻ 1ഉം 2ഉം 3, 3ഉം 2ഉം 5 അല്ലേ. ദെൻ നെക്സ്റ്റ് ഈ 1 ആണുള്ളത്, ആ 1 താഴേക്ക് ഇറക്കിയത്. അപ്പോൾ എത്ര വരും, 15.35 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബാഗൽ വാക്സ് 2.25 kilometers in the morning and 1.5 kilometers in the evening. ബാഗൽ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, മോർണിംഗിൽ രാവിലെ 2.25 കിലോമീറ്റേഴ്സ് നടക്കുന്നുണ്ട്, ഈവനിങ്ങിൽ 1.5 കിലോമീറ്റേഴ്സ് നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഷീ വാക്സ് ഈച്ച് ഡേ? ഓരോ ദിവസവും അവൾ നടക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ, ടോട്ടൽ ദൂരം എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അവൾ മോർണിംഗ് വാക്കിന് പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആദ്യം എഴുതുക. എത്രയാണ്, 2.25 കിലോമീറ്റേഴ്സ് ആണ്. ദെൻ ഈവനിങ് വാക്കിന് പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 1.5 കിലോമീറ്റേഴ്സ് ആണ് അല്ലേ. ദെൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഷീ വാക്സ്, അവൾ നടക്കുന്ന ടോട്ടൽ ദൂരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്, 2.25 പ്ലസ് 1.5 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 3.75 കിലോമീറ്റേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ ക്രിയ എങ്ങനെ ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. 2.25 പ്ലസ് ദെൻ താഴെ 1.5 എന്ന് മാത്രമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പോയിന്റ് എഴുതുക, ദെൻ പോയിന്റിൻ്റെ അടുത്ത് വരുന്ന സംഖ്യകളൊക്കെ എഴുതി കൊടുക്കുക അല്ലേ. 2ന് താഴെയായിട്ട് 5 എഴുതാം, ഈ 2ന് താഴെയായിട്ട് 1 എഴുതാം. ദെൻ ഇങ്ങനെ വേണം ചെയ്യാൻ. ദെൻ ആദ്യം എത്രയാണ് വരിക, ഇവിടെ 5 അല്ലേ, അപ്പോൾ 5 എടുത്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് 2ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. ദെൻ പോയിന്റ് ഇടുക. ദെൻ 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ. നെക്സ്റ്റ് 2 small bottles contain 0.850 liter and 0.375 liter of honey. എന്താ, 2 ചെറിയ ബോട്ടിൽസ്, അതിൽ രണ്ടിലും എത്ര ഹണി ഉണ്ട്, തേനുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഒന്നിൽ 0.850, മറ്റേതിൽ 0.375 അല്ലേ. അത്രയും ലിറ്റേഴ്സാണുള്ളത്. ഇഫ് ബോത്ത് ദ ബോട്ടിൽസ് ആർ എംപ്റ്റീഡ് ഇൻ ടു എ ലാർജ് ബോട്ടിൽ ഹൗ മച്ച് ഹണി ഡസ് ഇറ്റ് കണ്ടെയ്ൻ? ഈ 2 ബോട്ടിലെയും തേന് എന്ത് ചെയ്യാണ്, തേന് മുഴുവനായിട്ട് വേറെ ഒരു വലിയ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ ബോട്ടിൽ എത്ര തേനുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, മുന്നേ ചെയ്ത പോലെ തന്നെ അല്ലേ, 2 അളവും തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ഹണി കണ്ടെയ്ൻസ് ഇൻ ദ ഫസ്റ്റ് ബോട്ടിൽ എന്ന് എഴുതാം അല്ലേ. ഫസ്റ്റ് ബോട്ടിൽ ഉണ്ടായിരുന്ന തേനിൻ്റെ അളവ് എത്രയാണ്, 0.850 ലിറ്റർ അല്ലേ. ദെൻ ഹണി കണ്ടെയ്ൻസ് ഇൻ ദി സെക്കൻഡ് ബോട്ടിൽ എന്ന് എഴുതാം. ദെൻ അതിലെത്രയുള്ളത്, 0.375 ലിറ്റേഴ്സ് അല്ലേ.
ദെൻ ഹണി ഇൻ ദ ലാർജ് ബോട്ടിൽ. ലാർജ് ബോട്ടിലിലെ ഹണീനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 0.850 പ്ലസ് 0.375. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1.225 ലിറ്റേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈസിയാണ്. 0.850 പ്ലസ് 0.375 എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം എന്ത് വരും? 5 കിട്ടും അല്ലേ. 5 0 ആഡ് ചെയ്യുമ്പോൾ 5 വരും. ദെൻ 5ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരെ? 12 വരും. അപ്പോൾ 2 ശിഷ്ടം 1. ദെൻ 8 1 9, 9 3 12. ദെൻ അവിടെ 2 വരും. ദെൻ പോയിന്റ് ഇട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ബാക്കി 1 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 1 താഴേക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off. What is the length of the remaining piece? ഇപ്പം എന്താ പറയുന്നത്? 14.7 മീറ്റർ നീളമുള്ള ഒരു റോഡ്. റോഡ് എന്ന് വെച്ചാൽ ഒരു കമ്പി കഷ്ണം ഉണ്ടാവില്ലേ, അതിനെയാണ് റോഡ് എന്ന് പറയാം. ദെൻ അതിൽ നിന്ന് 7.75 മീറ്റർ നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ആ വലിയ റോഡിൻ്റെ ഇപ്പോഴത്തെ നീളം അല്ലെങ്കിൽ ബാക്കിയുള്ള പീസിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വലിയ ഒരു കമ്പിയാണ്, അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞു, ഇനി ബാക്കി എത്ര ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തേ ചെയ്യുക? ഈ രണ്ട് സംഖ്യകളും തമ്മിൽ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെങ്ത് ഓഫ് റോഡ് എഴുതാം അല്ലേ. ആ ഒരു റോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 14.7 മീറ്റർ ആണ്. അപ്പോൾ അത് എഴുതാം. ദെൻ ലെങ്ത് ഓഫ് റോഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആ ഒരു റോഡിൻ്റെ നീളം എത്രയാണ്? 7.75 മീറ്റർ വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, ബാക്കിയുള്ള പീസിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞു മൈനസ് ചെയ്താൽ മതി എന്നല്ലേ. അപ്പോൾ 40.7 മൈനസ് 7.75 ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടാം? 6.95 മീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ പോയിന്റുകൾ കറക്റ്റ് താഴെ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 14.7 മൈനസ് 7.75 ആണ് വരെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ആ 5ൻ്റെ മുകളിൽ ഒറ്റ സംഖ്യ വരുന്നില്ല അല്ലേ. അങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ മുകളിൽ ആ കാലിയായിട്ടുള്ള സ്ഥലത്ത് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. 0 ഇല്ലാണ്ട് ചെയ്താൽ നിങ്ങളുടെ ആൻസർ ഉറപ്പായിട്ടും തെറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 0 ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ എഴുതാം. എന്നിട്ട് സാധാ രീതിയിൽ മൈനസ് ചെയ്താൽ മതി. 0ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 7ൽ നിന്ന് 1 കടമെടുക്കുക അല്ലേ. അപ്പോൾ 7ൽ നിന്ന് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ 6 ആകും. ദെൻ 0 ഉള്ളിടത്ത് എത്ര ആകും? 10 ആകും അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 5. ദെൻ 6ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി മുമ്പത്തെ സംഖ്യയിൽ നിന്ന് എടുക്കുക അല്ലേ. അപ്പോൾ 4ൽ നിന്ന് 1 എടുത്താൽ 4ൻ്റെ അവിടെ 3 ആകും. അതുപോലെ 7ൻ്റെ മുകളിൽ 16 ആകും അല്ലേ. 16ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാവും? 9 വരും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റ് അവിടെ എടുത്ത് എഴുതാം. ദെൻ അടുത്ത സംഖ്യ അല്ലേ. അവിടെ 3 ആണുള്ളത് അല്ലേ. 3ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ മുന്നേയുള്ള സംഖ്യയിൽ നിന്ന് 1 എടുക്കുക. അപ്പോൾ എത്ര ആവും? 1ൽ നിന്ന് 1 എടുക്കുമ്പോൾ അവിടെ 1ൻ്റെ അവിടെ 0 ആവും. മറ്റേത് 13 ആവും അല്ലേ. 13ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 6 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ദെൻ സെക്കൻഡ് വരുന്ന ക്വസ്റ്റ്യൻ, ദർ വാസ് 38.7 kilograms ഓഫ് റൈസ് ഇൻ എ സാക്ക്. ഒരു ചാക്കിൽ എത്ര അരി ഉണ്ടെന്നാണ് പറയുന്നത്? 38.7 കിലോഗ്രാം അരി ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് 12.350 kilograms ഓഫ് ദിസ് ഈസ് യൂസ്ഡ് അപ്പ്. അതിൽ നിന്ന് 12.350 കിലോഗ്രാം അരി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് റൈസ് റിമെയിൻസ് ഇൻ ദി ചാക്ക്. അങ്ങനെയാണെങ്കിൽ ആ ചാക്കിൽ ഇനി എത്ര അരിയാണ് ബാക്കി ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ദി ചാക്ക് എന്ന് എഴുതാം അല്ലേ. ചാക്കിലുള്ള അരിയുടെ അളവ് 38.7 കിലോഗ്രാം. ക്വാണ്ടിറ്റി ഓഫ് റൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞ അരിയുടെ അളവ് എത്രയാണ്? 12.350 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് റിമൈനിങ് റൈസ് അല്ലേ, ബാക്കിയുള്ള അരിയുടെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്ത് നോക്കാം. 38.7 മൈനസ് 12.350 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കണ്ടില്ലേ, 50ൻ്റെ മുകളിലൊന്നും സംഖ്യകൾ വരുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ രണ്ടിടത്തും 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യുമ്പോൾ 0 മൈനസ് ചെയ്താൽ 0. ദെൻ നെക്സ്റ്റ് 0ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? 7ൽ നിന്ന് 1 അങ്ങോട്ട് എടുക്കുക അല്ലേ. അപ്പോൾ എത്ര വരും? ഇവിടെ 10 വരും. അപ്പോൾ 10ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 കിട്ടും. ദെൻ 6ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക.
ദെൻ 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. Third question, the perimeter of a rectangle is 24 centimeters and the length of one side is 6.4 centimeters. What is the length of the other side? എന്താ ചോദിക്കുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6.4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? മറ്റേ സൈഡിൻ്റെ ഒരു സൈഡാണ് ഇവിടെ തന്നിട്ടില്ലേ, മറ്റേ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 24 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 വശവും തമ്മിൽ കൂട്ടിയതാണ് ഈ 24 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ 24ൻ്റെ പകുതി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ 2 വശത്തിൻ്റെ അളവ് കിട്ടും അല്ലേ. അപ്പോൾ 24/2 അല്ലെങ്കിൽ 24 പകുതി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുക? 12 ആണ് കിട്ടുക. ഈ 12 എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡാണ് അല്ലേ. അപ്പോൾ 2 സൈഡ് എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ് ഈ കിട്ടിയിട്ടുള്ള 12 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 6.4 എന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ മറ്റേ വശം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 വശം 12 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 12ൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ആ ലെങ്ത്ത് 6.4 നിങ്ങൾ മൈനസ് ചെയ്യാം. അപ്പോൾ 12ൽ നിന്ന് 6.4 എങ്ങനെ മൈനസ് ചെയ്യുന്നതെന്ന് നോക്കാം. 12 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ അല്ല അല്ലേ, അവിടെ ദശാംശം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12.0 എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ആ രീതിയിൽ എഴുതിയിട്ട് വേണം മൈനസ് ചെയ്യാൻ. അതിൽ നിന്ന് 6.4 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 5.6 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അതാണ് മറ്റേ വശത്തിൻ്റെ നീളം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, there was 2.50 liters of oil in a bottle and 0.475 liters of this was used for cooking. ഒരു ബോട്ടിൽ 2.50 ലിറ്റർ എന്താ ഓയിൽ ഉണ്ടായിരുന്നു. then അതിൽ 0.475 ലിറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. then how much oil is left in the bottle? അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിൽ ഇനി എത്ര ഓയിലാണ് ബാക്കി ഉണ്ടാവുക? അപ്പോൾ ഇതും എന്താണ്? മൈനസ് ചെയ്യാനുള്ളതാണ് അല്ലേ. ടോട്ടൽ ഉണ്ടായിരുന്ന ഓയിലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്ത് കഴിഞ്ഞ ഓയിലിൻ്റെ അളവ് മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഓയിൽ എത്രയാണ്? 2.50 ലിറ്റർ ആണ്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ യൂസ് ചെയ്ത് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.475 ലിറ്റേഴ്സ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ലെഫ്റ്റ് അല്ലേ, ബാക്കിയുള്ള ഓയിലിൻ്റെ അളവ് എത്രയാണ്? 2.50 മൈനസ് 0.475. ഇതെന്ത് ചെയ്യാം? ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2.025 ലിറ്റേഴ്സാണ് കിട്ടുക. അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? 2.50 മൈനസ് 0.475 ഇങ്ങനെ എഴുതുമ്പോൾ 5ൻ്റെ മുകളിൽ സംഖ്യയില്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. 0ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത സംഖ്യയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 5, 9ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 2, 4ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 0. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇറക്കി എഴുതുക. ദെൻ 2ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 2 അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? 14.32 ആണുള്ളത്. അതിലേക്ക് എത്ര കൂട്ടിയാലാണ് നമുക്ക് 16.43 കിട്ടുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 16.43ൽ നിന്ന് 14.32 നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2.11 ആണ് നമുക്ക് ആൻസർ കിട്ടുക.